ഓണപരീക്ഷയ്ക്കുള്ള മുഴുവൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ റെഡിയാണ്. മക്കളെ, നമ്മുടെ ഓണ എക്സാമിന് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ചാപ്റ്ററുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. അതിലൊന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങളാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെൻസസ്, അതായത് ലെൻസുകളാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം. എനിക്ക് തോന്നുന്നു മിക്കവാറും ചിലപ്പോൾ പല സ്കൂളുകളിലും ചിലപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും, കാരണം അധികം ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, 3 ചാപ്റ്റർ ഫുൾ ക്ലിയർ ആയിട്ട് പഠിച്ച് സെറ്റ് ആക്കണം. അപ്പൊ പരീക്ഷയുടെ മുന്നോടിയായിട്ടുള്ള നമുക്ക് ഓൺ എക്സാമിന് ഈ മുഴുവൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം 6 ഇക്വേഷൻ വരുന്നുണ്ട്. ലെൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം 6 ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പൊ ആകെ ടോട്ടൽ മൊത്തം എത്ര ഇക്വേഷൻ ആയി? 12 ഇക്വേഷൻ. ഈ 12 ഇക്വേഷൻ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഒരു ബേജാറും നെഹി. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയുള്ളൂ. അതായത് പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം വന്നാലേ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനുള്ള ഡാറ്റകൾ എഴുതിയാൽ ഒരു 1/2 മാർക്ക് കിട്ടും. അതിന് അനുയോജ്യമായിട്ടുള്ള ഇക്വേഷൻ എഴുതിയാൽ വീണ്ടും ഒരു 1/2 മാർക്ക് കിട്ടും. ആ ഇക്വേഷൻ സംഖ്യകൾ അപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു 1/2 മാർക്ക് കിട്ടും. അതായത് ഒരു പ്രോബ്ലം ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ 1.5 മാർക്ക് കിട്ടും. ആ 1.5 മാർക്ക് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 2 മാർക്കായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ പ്രോബ്ലം നിർബന്ധമായിട്ട് ചെയ്തു പഠിക്കണം. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ഇക്വേഷനൊക്കെ പഠിക്കാൻ പോവാണ്. അപ്പൊ ഈ 3 ചാപ്റ്ററിലുള്ള അതിൽ ഏറ്റവും അവസാനത്തെ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്നുള്ള ചാപ്റ്ററിൽ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്നുള്ള ചാപ്റ്ററിനകത്ത് ഇക്വേഷൻ ഒന്നും പഠിക്കാനല്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററിൽ ഇക്വേഷൻ പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ എന്നാണ്. ആ ശബ്ദ തരംഗങ്ങൾ എന്നുള്ള ഓസിലേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ഇക്വേഷൻ പഠിക്കേണ്ടത്, അതായത് പീരിയഡും ഫ്രീക്വൻസിയും. അപ്പൊ പീരിയഡ് എന്ന് പറയുമ്പോൾ ടി ഈസ് ഈക്വൽ ടു സ്മോളറ്റ് ടി ബൈ എൻ, കുഞ്ഞു ടി ബൈ എൻ ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോളറ്റ് ടി ബൈ എൻ, ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അതേ യൂണിറ്റ് ഓർത്താലും. ഇനി ടി ഈസ് ഈക്വൽ ടു 1/f എന്നും പറയാം. ടി ഈസ് ഈക്വൽ എന്താ പറയുക, 1/f. അപ്പൊ പീരിയഡ് കണ്ടെത്താൻ ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. പീരിയഡ് കണ്ടെത്താൻ 2 ഇക്വേഷൻ വരുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോളറ്റ് ടി ബൈ എൻ ഓർത്തിരിക്കുക. സ്മോളറ്റ് ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണാണെന്നൊക്കെ ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ടി ഈസ് ഈക്വൽ ടു 1/f, ടിയും എഫും അതായത് പീരിയഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതമാണ്. അതുകൊണ്ട് ടി ഈസ് ഈക്വൽ ടു 1/f എന്ന് ഓർത്ത് വെക്കുക. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണെന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഫ്രീക്വൻസി മാത്രം തരും, എന്നിട്ട് നിങ്ങളോട് പീരിയഡ് കാണാൻ പറയും. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ടൈമും നമ്പർ ഓഫ് ഓസിലേഷനും സമയവും അതേപോലെ തന്നെ ദോലനങ്ങളുടെ എണ്ണവും തരും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ ആ 2 ഇക്വേഷൻ. പിന്നെ അടുത്ത ഫ്രീക്വൻസി കാണാൻ, ഫ്രീക്വൻസി ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണെന്ന് ഓർത്തേക്കുക. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് എന്ന് ഓർത്തേക്കുക. അപ്പൊ എഫ് ഈക്വൽ ടു n/t, നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണം ബൈ സ്മോളറ്റ് ടി, സമയമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു 1/t എഴുതാം, ക്യാപിറ്റൽ ടി. അതായത് ഫ്രീക്വൻസിയും ടൈം പീരിയഡും ആവൃത്തിയും പീരിയഡും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നേരെ തിരിച്ചു വിട്ടെ. അപ്പൊ 4 ഇക്വേഷനുകൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതിൽ എന്തായാലും പ്രോബ്ലം വരും. ഒരു വേവ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാവും പ്രോബ്ലം വരും. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ ഇതിനകത്ത് വരുന്ന അടുത്തൊരു ഇക്വേഷൻ. ഇപ്പൊ 4 ഇക്വേഷൻ പഠിച്ചിട്ടോ. ഇനി അടുത്ത ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ എന്താണ്? v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ആ ഒരു വേഗം, പ്രവേഗം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ v ഈസ് ഈക്വൽ, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ലാംഡ ഇങ്ങനെ y തല തിരിച്ചെഴുതുക, ഇതിനെ നമ്മൾ ലാംഡ എന്ന് പറയാം. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗതായിരിക്കും, വേവ് ലെങ്ത് എന്നാണ്. അപ്പൊ ഈ ഇക്വേഷനുകൾ പഠിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പിരമിഡ് പോലെ പഠിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. പിരമിഡ് പോലെ പഠിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം, അതായത് v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ, v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. അതായത് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വരും. ചിലപ്പോൾ ലാംഡ കാണാൻ പറയും, അപ്പോൾ v/f വരും. ചിലപ്പോൾ v കാണാൻ പറയും, അപ്പൊ f ഇൻറ്റു ലാംഡ. ചിലപ്പോൾ f കാണാൻ പറയും, അപ്പൊ v/ലാംഡ. അപ്പൊ ഈ ഒരു പിരമിഡ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത നമുക്കൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്കോ, പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ടാണ്. എക്കോ എന്ന് കേൾക്കുമ്പോൾ മക്കളെ ഓർത്ത് വെക്കാൻ, ഹലോ 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 സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരണ്ടേ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് v ഈസ് ഈക്വൽ ടു 2d/t. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ 2d, പ്രത്യേകം ശ്രദ്ധിക്കണം. v ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഓൾറെഡി പഠിച്ചതാണ്. പക്ഷെ v ഈസ് ഈക്വൽ ടു 2d/t. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വന്നത് ഈ എക്കോവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ്. ഒരു സൗണ്ട് 1 സെക്കൻഡ് കൊണ്ട് അവിടെ ദൂരത്ത് പോയി തട്ടി തിരിച്ച് വീണ്ടും കേട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ 2 വസ്തുക്കൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് എത്ര? അപ്പൊ നോക്കുക, സൗണ്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ തട്ടി തിരിച്ചും കിട്ടണം വന്നു. അപ്പൊ 2 ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, അതുകൊണ്ടാണ് 2d എന്ന് കൊടുത്തുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ v ഈസ് ഈക്വൽ ടു 2d/t, ആ ഒരു ഇക്വേഷൻ പഠിക്കണം. പ്ലസ് അടുത്ത ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ,
വി ഇൻറ്റു ടി ബൈ ടു ഇങ്ങനെ ഒരു ഇക്വേഷനും പഠിക്കാം. അതായത് വി ടി ബൈ ടു എന്നുള്ളൊരു ഇക്വേഷൻ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടെത്താം. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന ഇക്വേഷൻ 6 ഇക്വേഷനുള്ളൂ. 1/f ഈക്വൽ ടു എഫ് ഈക്വൽ ടു എൻ ബൈ ടി, അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു ടി ബൈ എൻ, എഫ് ഈക്വൽ ടു 1/t, അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 1/f, അടുത്ത വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ, വി ഇസ് ഈക്വൽ ടു 2d/t. അങ്ങനെ 6 ഇക്വേഷനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലാംഡയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമുക്കറിയാം ഹെഡ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഈ കാര്യം കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 6 ഇക്വേഷൻ പഠിച്ചല്ലോ, ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ലല്ലോ, സെറ്റല്ല. ഈ ഒരു 6 ഇക്വേഷൻ പഠിക്കുന്നത് ബുദ്ധിമുട്ട് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ. ഇനി അടുത്ത ലെൻസ് എന്നുള്ള ചാപ്റ്ററിലെ കുട്ടികൾക്ക് പലപ്പോഴും ഇക്വേഷൻ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ട്രിക്കൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ലെൻസസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, അതായത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതികളാണ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്, ഏത് ലെൻസ് ആയാലും കുഴപ്പമില്ല. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ്, അപ്പം ഞാനിവിടെ OB എന്ന് കൊടുത്തു, അത് ഒബ്ജക്റ്റ് ആണ്. IM എന്ന് പറഞ്ഞാൽ ഇമേജ്, പ്രതിബിംബമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ യഥാർത്ഥ പ്രതിബിംബങ്ങൾ എപ്പോഴും തല കീഴായിട്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെ ആയിരിക്കും? തല കീഴായിരിക്കും. ഒബ്ജക്റ്റ് നിവർന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ അറിയോ? ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം കണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ U എന്ന ഷോണ്ടാണ് സൂചിപ്പിക്കുക. അത് നിങ്ങൾ പഠിക്കണം. ഇത് പഠിക്കാതെ ഈ പ്രോബ്ലം ബുദ്ധിമുട്ടാണെന്ന് പറയും ചില കുട്ടികൾ. അപ്പം നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ U ആണ്. അപ്പം ഞാൻ അവിടെ U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഏറ്റവും സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? U ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. അങ്ങനെയെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരത്ത് നമ്മൾ V എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി അടുത്തത് ഇങ്ങോട്ടാണ് ലൈറ്റ്. അപ്പോൾ ഇങ്ങോട്ട് ലെൻസിൽ നിന്ന് ഇങ്ങോട്ട് അളക്കുന്ന ദൂരമൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് അളക്കുന്ന ദൂരം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഞാൻ കളറൊന്ന് മാറ്റി പിടിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് U എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, V എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഇനി ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, മുകളിലേക്ക് അളക്കുന്ന ദൂരം പോസിറ്റീവ് ആയിരിക്കും, താഴേക്ക് അളക്കുന്ന ദൂരം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും, പ്രതിബിംബത്തിന്റെ ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഞാൻ ഇപ്പോൾ ഏത് നട്ടപ്പാതിരിക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ അറിയണം. U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഇത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് ഇക്വേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് F ഈക്വൽ ടു UV/u മൈനസ് V. പഠിക്കണം, ഓർത്തു വെക്കണം. V ഈസ് ഈക്വൽ ടു UF/u പ്ലസ് F, U ഈസ് ഈക്വൽ ടു FV/f മൈനസ് V. പല കുട്ടികൾക്കും ഉണ്ടാവും, സാർ ഇവിടെ FV ആണോ അല്ലെങ്കിൽ V-F ആണോ അതോ F-V ആണോ? ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ. ഇത് ഡയറക്റ്റ് പഠിക്കാൻ പറ്റിയ ഡയറക്റ്റ് പഠിച്ചോണ്ടു, അതിലൊരു മടിയും കാണിക്കരുത്. കാരണം ഈ ഒരു ചാപ്റ്റർ പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ യുവും വിയും എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, V എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, F ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ലെൻസ് ഇക്വേഷൻ ഈ ഒരു 4 വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരു ഈസി മെത്തേഡ് പറയാം. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഒഴിവാക്കിയോ, ഡയറക്റ്റ് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ഇക്വേഷൻ ഇത് കംപ്ലീറ്റ് കാണാതെ പഠിക്കേണ്ടത് ഞാൻ ഇതിന്ന് കണ്ടെത്താൻ പറഞ്ഞുതരാം. നോക്കിക്കോളിട്ടോ. ഞാൻ ആദ്യം യുവും വിയും എഴുതി, F സെന്ററിൽ എഴുതി. ഞാൻ പറഞ്ഞ പോലെ പഠിക്കുക. യുവും വിയും എഴുതി F സെന്ററിൽ, അതായത് നിങ്ങൾ ഇത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ UVF ഇങ്ങനെ എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്, യുവും വിയും എഴുതി F സെന്ററിൽ എഴുതി. അപ്പൊ നിങ്ങളെ മനസ്സിലാവുണ്ടോ? യുവും വി എഴുതി F സെന്ററിൽ എഴുതി. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, V മാത്രമേ പോസിറ്റീവ് ഉള്ളൂ എന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് എൻ്റെ ഒപ്പം പറഞ്ഞേ? V മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. എൻ്റെ ഒപ്പം പറഞ്ഞ എല്ലാവരും ഒന്നിട്ട് പറഞ്ഞേ, V മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇനി ഇക്വേഷൻ നമ്മൾ കണ്ടെത്താൻ കേട്ടോ. അപ്പോൾ യുവും F ഒക്കെ മൈനസ് വെച്ചാണ് ചേർക്കേണ്ടത്, V മാത്രമാണ് പോസിറ്റീവ്. ഇത് ഇക്വേഷൻ കണ്ടെത്താനുള്ള ഒരു ഐഡിയ ഞാൻ പറയുകയാണ്. ഇനി നോക്കിക്കോട്ടെ. അങ്ങനെയെങ്കിൽ ഇതാ U ഈക്വൽ ടു, അതായത് FV ആണോ VF ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ U ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഈക്വൽ ടു കൊടുത്തു, ബാക്കി ഇവിടെ എന്താ ഉള്ളത്? FV/, അതേപോലെ തന്നെ എഴുതുക. ഇതാ കണ്ടില്ലേ, ഇക്വേഷൻ കിട്ടി. അപ്പം ഞാൻ ഇവിടെ നിന്ന് എഴുതിയേക്കാം, U ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ഉള്ളത്? FV, അത് ഞാൻ ഇവിടെ എഴുതി FV/, താഴെ എന്ത് ചെയ്യണം? F-V. കണ്ടില്ലേ, എഴുതി. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഞാൻ F കണ്ടെത്തുകയാണ് കേട്ടോ. ഈ F കണ്ടെത്തുമ്പോൾ ഇവിടെ ഏതാണുള്ളത്? യുവും വിയും ആണുള്ളത്. അപ്പം ഞാൻ യുവും വിയും എഴുതി ബൈ U മൈനസ് എന്ത് ചെയ്തു? V എന്ന് എഴുതി, U മൈനസ് V എന്ന് എഴുതി. ഇനി അടുത്ത ഞാൻ V എഴുതാണ് കേട്ടോ. V ഈസ് ഈക്വൽ ടു, ഇവിടെ ഏതാണുള്ളത്? യുവും എഫും. അപ്പം ഞാൻ UF എന്ന് എഴുതി, V മാത്രമാണ് പ്ലസ്, അപ്പം U പ്ലസ് EF. കണ്ടോ, സിമ്പിൾ അല്ലേ?
ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇക്വേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്ക്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ബുദ്ധിമുട്ടുള്ള ആളുണ്ടെങ്കിൽ ഡയറക്റ്റ് പഠിച്ചോളൂ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒഴിവാക്കുക. അതായത് യുവും എഫും വിയും എഴുതി. അപ്പൊ യുവും വിയും എഴുതി, എഫ് ആണ് സെന്ററിൽ വന്നത്, വി മാത്രമേ പ്ലസ് ഉള്ളൂ. അങ്ങനെയെങ്കിൽ യു ഈക്വൽ ടു ഇവിടെ എന്താണ്, എഫ് വി ബൈ എഫ് മൈനസ് വി. അതാണ് ഞാൻ ഇവിടെ എഴുതി. കണ്ടോ. അടുത്ത് എഫ് ഈക്വൽ ടു ഇവിടെ എന്തായാലും യുവും വിയും, അത് യുവും വിയും എഴുതി, ബൈ യു മൈനസ് വി. അങ്ങനെ തന്നെ എഴുതി, യു മൈനസ് വി. കണ്ടല്ലോ ഇങ്ങനെ എഴുതി. ഇനി അടുത്ത് വി കാണുകയാണ്. അപ്പൊ വി മാത്രമേ പ്ലസ് ഉള്ളൂ. ഇവിടെ ഏതാണുള്ള യു എഫ്. അപ്പൊ യു എഫ് ബൈ യു പ്ലസ് എഫ്. കണ്ടല്ലോ, യു പ്ലസ് എഫ്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കുക. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. മറ്റേ ഇത് കംപ്ലീറ്റ് ചില കുട്ടികൾക്ക് പഠിക്കാമോ, എഫ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി. എനിക്ക് തന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും. യു ഈക്വൽ ടു എഫ് വി ബൈ എഫ് മൈനസ് വി, വി ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നതിന് ഇങ്ങനെ ഒരു ഐഡിയ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തൊരു ലെൻസ് ഇക്വേഷൻ പഠിക്കാണ്ട്, അതായത് പവർ ഓഫ് ലെൻസ്. പവറിന്റെ യൂണിറ്റ്, ലെൻസിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അതിന് ഡി എന്ന കൊണ്ടാണ് സൂചിപ്പിക്കുക. പി ഈസ് ഈക്വൽ ടു 1/f എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. നെഗറ്റീവ്, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 1/f. ഈ എഫ് എപ്പോഴും നിങ്ങൾക്ക് സെന്റിമീറ്ററിലാണ് വരിക. അതിന് നിങ്ങൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100നെ കൊണ്ട് ഹരിക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് എഫ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ഇങ്ങനെ തരാം. അപ്പോൾ 1/25/100, അതായത് 100/25 ഈസ് ഈക്വൽ ടു 4D. അപ്പൊ അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. ഞാൻ അപ്പൊ ചെയ്യുന്നില്ല. അടുത്ത മാഗ്നിഫിക്കേഷൻ, ആവർധനം എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം, പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. അപ്പൊ ഈ ഇക്വേഷൻ എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറഞ്ഞാൽ നമ്മൾ വി ബൈ യു. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഈക്വൽ ടു വി ബൈ യു എന്ന് ഓർത്തിരിക്കുക. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ട്, യഥാർത്ഥവും തല. അപ്പൊ മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻവേർട്ടാണ്, നെഗറ്റീവ് തല തിരിഞ്ഞിട്ടല്ല. അപ്പൊ ഇമേജ് തല തിരിഞ്ഞിട്ടാവും. ഇനി പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ മിഥ്യാപ്രതിബിംബം നിവർന്നത്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ നമുക്ക് എത്ര ഇക്വേഷൻ വന്നു, 6 + 6 ഇസ് ഈക്വൽ ടു 12 ഇക്വേഷൻ. മക്കൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിപ്പോൾ ഇനി എത്ര ലെങ്ത് കൂടിയാലും ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളോട് ചെറിയൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മളെ സൈലത്തിൻ്റെ എക്സ്മോസ്റ്റ്, അതായത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. സൈലം മാത്സ് ഒളിമ്പ്യാഡ് സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഓൾ കേരള മൊത്തം എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസിലുള്ള കുട്ടികൾക്ക് നോക്കിയാൽ 5 ലാഖുകളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ 8, 9, 10 മുഴുവൻ കുട്ടികൾക്ക് എന്ത് ചെയ്തു, പരീക്ഷ ചെയ്ത് പറ്റും. 50 കുട്ടികളെ മാത്രമേ സൈലം സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു QR കോഡ് എന്ത് ചെയ്യുക, പെട്ടെന്ന് സ്കാൻ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 9ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യവും വരിക. സൈലത്തിൻ്റെ സെൻറ്ററുകളിലായിരിക്കും എക്സാം വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള സ്കൂളുകളിൽ ഏതിലേക്കായിരിക്കും എക്സാം വരിക. എക്സാം നടക്കുന്നത് ജൂലൈ 26-നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ, നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അതുവേ കിട്ടിക്കഴിഞ്ഞാൽ 50 ആളുകളെ സൈലം സെലക്ട് ചെയ്തിട്ട് അവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കുക. ഓക്കെ, ഭാവിയിൽ JEE നീറ്റൊക്കെ ആയി തീരാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കോച്ചിങ് കൊടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്തോളൂ. കൂട്ടത്തിൽ നമ്മൾ ഓണപരീക്ഷയ്ക്ക് 6, 6, 12 ഇക്വേഷൻ മറക്കരുത്. ആ ഒരു കോഡൊക്കെ അല്ലെങ്കിൽ ആ സിമ്പിൾ മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഒരു ഒറ്റ തവണ എഴുതി നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് പരീക്ഷ അടിപൊളിയാക്കണം. സെറ്റ് മാർദോ.